നമ്മൾ ഈ സംഭവം ഇന്നലെ നൈറ്റ് നടന്ന സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം നടന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിനുമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രണ്ട് അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ്സൊക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ രണ്ട് ആൾക്കാർ സംശയ രീതിയിലുണ്ടായിരുന്നു. അവർ രണ്ടുപേരും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ്. അപ്പോൾ അതല്ലാതെ ബാക്കി ഇപ്പോൾ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഡം, എന്താണ് പ്രകോപന കാരണം? റീസൺ എന്താണെന്ന് എന്തെങ്കിലും മനസ്സിലായി? റീസൺ ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ റീസൺ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇന്നും ആക്ച്വലി നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ സംഭവത്തിലുള്ള ബാക്കി എല്ലാവരുടെ മൊഴികളും നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അല്ല, നിരീക്ഷണത്തിലാണോ? അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള തെളിവുകൾ മരിച്ചാലിൻ്റെ ബേസിക് പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വെരിഫൈ ചെയ്യുന്നതാണ്. അവർ CSF. മാഡം, ഈ കൊല്ലപ്പെട്ട യുവാവ് ഇതെല്ലാം വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി, മൊബൈൽ പകർത്തി, അത്തരത്തിൽ വിവരമുണ്ടോ നമുക്ക്? നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇവിടുത്തെ CSFൻ്റെ SIയും അവിടുത്തെ ഒരു കമ്പനീൻ്റെ റൈറ്ററായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. അപ്പോൾ ഇവരുടെ നേറ്റീവ് സ്ഥലങ്ങളൊക്കെ ബീഹാറിന് പറഞ്ഞ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ CSFോട് അവരുടെ ബേസിക് ഡീറ്റെയിൽസും അവരുടെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അല്ല, നമുക്കതിന് വ്യക്തമായിട്ടില്ല. അപ്പോൾ ഇവരുടെ ബേസിക് ഡീറ്റെയിൽസ് ഒരാൾക്ക് പരിക്കുണ്ട്. അവർ മെഡിക്കൽ സർവൈലൻസിലാണ്. മാറ്റിയിട്ടില്ല. നമ്മൾ ക്രൈം സീൻ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. എവിടെ ആദ്യം ഈ കാർ അങ്ങനെ ഇവിടെ സംഭവം നടന്ന സമയത്ത് ഈ സംഭവം അവർക്ക് ആദ്യം ഇഞ്ചൂർഡ് ആയതുകൊണ്ട് സ്ഥലത്തിൽ നിന്ന് മാറ്റി. പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക്. അല്ലല്ല,